സ്വാമി ശരണമയ്യപ്പ. നമസ്തേ, എല്ലാ ഭക്തമാനസങ്ങൾക്കും നമസ്കാരം. ശബരിമലയെക്കുറിച്ച് നിരവധിയായിട്ടുള്ള സംശയങ്ങളാണ് സാധാരണ ഭക്തർക്ക് മാത്രമല്ല സർവ്വ ആളുകൾക്കും. ആരാണ് ശാസ്താവ്? അതാണ് ഏറ്റവും വലിയ തർക്കം. എങ്ങനെയാണ് ശാസ്താവിൻ്റെ പിറവി? ആദ്യം അറിയേണ്ടത് അതാണ്. എന്താണ് ശ്രീധർമ്മശാസ്ത്രം? അത് അറിയണമെങ്കിൽ ഈ ശാസ്താവിൻ്റെ പിതൃസ്ഥാനത്തും മാതൃസ്ഥാനത്തും നിൽക്കുന്ന രണ്ട് ശക്തികളുണ്ട്. ശിവനാണെന്ന്, വിഷ്ണുവാണ് മറ്റൊന്ന്. വിഷ്ണുവിൻ്റെ മോഹിനി ഭാവമാണ്. അവിടെ മറ്റൊരു പ്രധാന മൂർത്തിയുള്ളത് ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മയാണ്. ആരാണ് ലോകമാതാവായിരിക്കുന്ന മാളികപ്പുറത്തമ്മ? അതും വിവാദമാണ്. വാവര് സമയെക്കുറിച്ചോ മറ്റ് ദേവസങ്കല്പങ്ങളെക്കുറിച്ചോ ഉള്ള വിവാദങ്ങളെക്കാൾ ഉപരി ഈ വിവാദങ്ങൾക്ക് ഇതുവരെയും ആൻസർ കിട്ടാത്തൊരവസ്ഥയിൽ അവിടുത്തെ ദേവസ്വം ബോർഡും അധികാരികളുമെല്ലാം വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഇരുമുടിയുടെ കാര്യത്തിൽ പോലും ഇരുമുടി മാറി ഒരു മുടിയായി. കാരണം ഭക്തൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ വഴിയിൽ കഴിക്കാനുള്ള ഭക്ഷണമാണ് ഒരു മുടിയിൽ ഉണ്ടാവേണ്ടത്. അത് കഴിച്ച് വഴിനീളം കഴിച്ച് വരുമ്പോൾ അത് ഇവിടെ വരുമ്പോൾ 18-ാം പടിക്ക് താഴെ വരുമ്പോൾ അത് ഒരു മുടിയാവുന്ന അവസ്ഥയിൽ. അപ്പോൾ എന്താണ് ഈ ഇരുമുടി കെട്ടേന്തി വേണം ഈ 18 പടിയും കയറി ശാസ്താവിൽ എത്താൻ, ശാസ്താവിൻ്റെ മുന്നിലെത്താൻ. അപ്പോൾ എന്താണ് ഇരുമുടി എന്നുള്ളത് തന്നെ വലിയ വിഷയമായി. ഇരുമുടിയിൽ എന്തായിരിക്കണം എന്നുള്ളത് തന്നെ അവിടെ വിഷയമാണ്. ആരാണ് ശാസ്താവ്? എങ്ങനെയാണ് ശാസ്താവിൽ വിലയം പ്രാപിക്കുന്നത്? എന്താണ് 41 ദിവസം, ഏറ്റവും ചുരുങ്ങിയത് 41 ദിവസത്തെ വ്രതം? എന്താണ് നൈഷ്ഠിക ബ്രഹ്മചര്യം? ഇതെല്ലാം ഓരോ രീതിയിൽ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോ ആചാര്യന്മാരും ഓരോ വ്യക്തികളും ഓരോ അധികാരികളും സ്വയം കൃതിയായിട്ട് സ്വയം ഇഷ്ടത്തിന് പറഞ്ഞ് ഉണ്ടാക്കുകയാണ്. ഓരോരുത്തരും സ്വയം ഊഹിച്ച് അങ്ങ് പറഞ്ഞ് സൃഷ്ടിക്കുകയാണ് ചരിത്രങ്ങൾ. അപ്പോൾ ഇത് അങ്ങനെ ഓരോരുത്തർ കേൾക്കുന്നതനുസരിച്ച് ഓരോരുത്തർ അതിനകത്ത് പൊടിപ്പും തൊങ്ങലും വെച്ചിട്ട് അങ്ങനെ പറയുകയാണ്. ചാത്തൻ, ശാസ്തൻ, ശാസ്താവ്, ചെകുത്താൻ, ഇത് ഒന്നും തിരിച്ചറിയാൻ പാടില്ലാത്തൊരവസ്ഥയിലേക്ക് പറഞ്ഞെത്തിച്ചു വെച്ചു. ഇനിയിപ്പോൾ പുതിയ വിവാദം എന്ന് പറഞ്ഞാൽ മണികണ്ഠൻ, അയ്യപ്പൻ, ശാസ്താവ്, ഇതെല്ലാം ആരൊക്കെയാണ് അടുത്ത വിവാദം? ഇപ്പം മണികണ്ഠനല്ല അയ്യപ്പൻ, അയ്യപ്പനല്ല ശാസ്താവ്, ശാസ്തനല്ല ചാത്തൻ, ചാത്തനല്ല ചെകുത്താൻ. ഈ ഒരു രീതിയിലാണ്. ഇതിൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുകയാണ്, വാദഗതികൾ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പരമമായിരിക്കുന്ന വൈഭവം അറിയണമെങ്കിൽ ആരാണ് ശിവൻ എന്ന് അറിയണം. ആരാണ് ശിവൻ എന്നറിഞ്ഞാലാണ് ശിവനിൽ നിന്ന് അങ്ങനെയാണ് വിഷ്ണുവിൻ്റെ മോഹിനി ഭാവത്തിൽ ഈ പുത്രൻ ശാസ്താവായിരിക്കുന്ന ഈ ദേവസങ്കല്പം ജനിക്കുന്നതെന്നാണ്. ഇപ്പോൾ സാധാരണ നിങ്ങൾക്കറിയാം, ശാസ്താവിനെ ഉപാസിച്ചാൽ, ചാത്തനെ ഉപാസിച്ചാൽ മറ്റു ദൈവങ്ങളെ പോലെയല്ല. എന്ത് സംഭവിക്കും? ശാസ്താവ് കൂടെ പോരും. ഉപാസിച്ചാൽ കൂടെ പോരും. പിന്നെ എന്താണ് ശാസ്താവിൻ്റെ പ്രത്യേകതകൾ? നമുക്ക് ഏത് കാര്യവും സാധിക്കുവാനായിട്ട് കൃത്യമായിട്ടുള്ള ഉപാസന വേണം. ഒരു ദിവസം വിളിച്ചിട്ട് കാര്യമില്ല, 2 ദിവസം വിളിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഉപാസന വേണം ഈ ശാസ്താവിനെ സേവിക്കാനായിട്ട്. 2 നേരവും ആ സേവയുണ്ടാവണം. എന്താണ് സേവ? ഇതെല്ലാം പ്രശ്നമാണ്. ഇതെല്ലാം ജനങ്ങളെ തെറ്റായിട്ടുള്ള രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. തെറ്റിദ്ധാരണകളാണ്. ചാത്തൻ കാവുകൾ പണം കുമിഞ്ഞു കൂടുകയാണ്, സ്വർണ്ണ കൂടാരങ്ങളായിട്ട് മാറുകയാണ്. ജനങ്ങൾ വാവിട്ട് കരയുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപറക്കി ഈ ചാത്തൻ കാവുകളിൽ കൊടുക്കുകയാണ്. ചാത്തൻ കാവുകളിലെ ആളുകളോ പൊന്നിടാൻ ഇനി സ്ഥലമില്ലാത്തൊരവസ്ഥയിലാണ് ചാത്തൻ കാവിലെ ആളുകൾ. ദേവസ്വം ബോർഡിലെ ആളുകളെ കാണുമ്പോൾ തന്നെ സാധാരണ നമുക്കൊരു ചിരി വരും. എനിക്ക് സാധാരണ ചിരി വരാറുണ്ട്. കാരണം തിരുവാഭരണമൊക്കെ ചാർത്തി നെഞ്ചത്ത് വലിയ പതക്കമൊക്കെ കാണിച്ചാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ ആളുകളും ക്ഷേത്രത്തിൽ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഭക്തരോ എല്ലാം വിറ്റ് തുളച്ച് ഈ ഭണ്ണാരക്കുറ്റിയിൽ കൊണ്ടിട്ടിട്ട് വാവിട്ട് കരയുകയാണ്. എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണോ, ധ്യാനിക്കണോ, ഭജന നടത്തണോ, എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. സ്വയം സമർപ്പിക്കാൻ തയ്യാറായിട്ടാണ് ഭക്തർ നിൽക്കുന്നത്. എന്താണ് ഈ ശാസ്താവ് എന്ന് പോലും പറയാനുള്ള ഏറ്റവും വലിയ ശാസ്താക്ഷേത്രമാണ് ശബരിമല.
ശാസ്താവിൻ്റെ ആലയമാണ്, ഏറ്റവും വലിയ ആലയമാണ് ഈ ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം. ശബരിമലയിലുള്ള ആ അധികാരികൾക്കോ ദേവസ്വം ബോർഡിലോ എന്താണ് ശാസ്താവെന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ആ വിഗ്രഹത്തെ വിഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ശബരിമലയിലുള്ള അധികാരികൾക്കോ ഒരാളുകൾക്കും ആരെയും അപമാനിച്ചുകൊണ്ടല്ല, ഒരാളുകളും പറയുന്നില്ല ശാസ്താവ് ഇന്നതാണ് കേട്ടോ, ചാത്തൻ ഇന്നതാണ് കേട്ടോ, ഇതിന് ഇന്നതാണ് വഴിപാട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ എന്താണ് ഈ ദേവതയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നില്ല. കലിയുഗത്തിൽ ശാസ്താവിന് വളരെ പ്രാധാന്യമുണ്ട്. കലിയുഗ വരദനാണ് ശാസ്താവ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഇതൊന്നും പറയാതെ പണം വാരുന്ന വലിയ ഗൂഢസങ്കേതങ്ങളായിട്ട് ഈ ക്ഷേത്രങ്ങൾ അതപ്പതിച്ച് നിൽക്കുകയാണ്. അന്ധവിശ്വാസത്തിൻ്റെ കൂടാരങ്ങളായിട്ട് ക്ഷേത്രങ്ങൾ മാറി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 1 മുതൽ പ്രണവഭേദത്തിലൂടെ പറയുന്നത്. ആദ്യം ശിവൻ ആരാണെന്നറിയാം. ത്രിമൂർത്തി സങ്കല്പത്തിലെ ഏറ്റവും വലിയ ദേവനായിരിക്കുന്ന ആ ശിവൻ, മഹാദേവൻ എന്താണെന്നറിയാം. ആ മഹാദേവൻ എന്താണെന്ന് അറിയുമ്പോഴാണ് മഹാദേവൻ്റെ പുത്രസ്ഥാനത്ത് വരുന്ന ഈ ശാസ്താവ് എന്താണെന്നറിയാൻ പറ്റും. അപ്പം നമുക്ക് ഓരോ ദേവസങ്കല്പങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് കൃത്യമായിട്ട് സയൻസായിട്ട് നമുക്കിത് പഠിക്കുവാൻ കഴിയും. ഇതൊന്നും അന്ധവിശ്വാസമല്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ഒരു മായിക ലോകത്തുള്ള കാര്യങ്ങളാണ് ശബരിമലയിൽ ഇപ്പോൾ നടക്കുന്നത്. അന്ധവിശ്വാസത്തിൻ്റെ മാറാപ്പും തലയിലേറ്റിയാണ് 18 പടിയും ഇപ്പോൾ ഭക്തന്മാർ കയറുന്നത്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സയൻസിലേക്ക് വന്നാൽ ലോകം നമിക്കുന്ന ശാസ്ത്രതലമാണ് ശബരിമലയിൽ. അപ്പോൾ ആ ശബരിമലയിലെ ശാസ്ത്രതലത്തിലേക്ക് നമ്മൾ ഓരോ ദേവസങ്കല്പങ്ങളെ വലിയ വിശദമായിട്ടുള്ള കാര്യങ്ങളിലൂടെയല്ല, നിങ്ങളുടെ സമയം അധികം എടുക്കാതെ തന്നെ, ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്, അധികം സമയം എടുക്കാതെ തന്നെ ഓരോ ദേവസങ്കല്പങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞ് ആചരിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ മാത്രമാണ് നമ്മളുടെ ആചാരങ്ങൾക്ക് അർത്ഥമുണ്ടാകുന്നത്. നമ്മളുടെ ആചാരം ആചരിക്കപ്പെടേണ്ടതാണോ അതെയോ അത് അനാചാരമാണോ എന്നറിയണമെങ്കിൽ നമ്മൾക്ക് ഈ ദേവസങ്കല്പങ്ങളെക്കുറിച്ച് അറിഞ്ഞേ പറ്റും. കാരണം നമ്മളെല്ലാവരും ശാസ്ത്രത്തിലാണ് വിലയം പ്രാപിക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പാദങ്ങളിൽ തൊട്ടുകൊണ്ട് ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം നിർത്തുകയാണ്. വീണ്ടും തുടരാം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അന്ധവിശ്വാസത്തെ നിർമ്മാർജ്ജനം ചെയ്യണം. ശാസ്ത്രബോധത്തിലേക്ക്, ശാസ്ത്രത്തെ പൂർണ്ണമായും അറിഞ്ഞ് ആചരിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. ശാസ്ത്രവിശ്വാസികളാക്കണം. അഭിപ്രായങ്ങൾക്ക് സ്ഥാനമില്ല. മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ്. മതങ്ങൾക്കല്ല സ്ഥാനം, ശാസ്ത്രത്തിനാണ്. അഭിപ്രായങ്ങൾക്ക് സ്ഥാനം നഷ്ടപ്പെടും. എങ്ങനെ? പറയുന്നത് അറിവാകുമ്പോൾ, അറിവിൽ വിലയം പ്രാപിക്കുമ്പോൾ. അപ്പോൾ നമസ്തേ, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ.